സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. 2 മരണവും ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഹരിപ്പാട് ഒരു ഗൃഹനാഥനും അതേപോലെ തന്നെ കായംകുളത്ത് മീൻ പിടിക്കാൻ പോയ ഒരാളുമാണ് മരണപ്പെട്ടത്. സംസ്ഥാന വ്യാപകമായി 60ഓളം ദുരിതാശ്വാസ കേന്ദ്രങ്ങളുണ്ട്. 1500ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുകയാണ്. ദുരിതപ്പെയ്ത്തിൽ ഇന്ന് 2 മരണം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വള്ളം മറിഞ്ഞ് സ്റ്റീവ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടു. കായംകുളം കട്ടച്ചിറയിൽ ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ചക്കാലത്ത് കിഴക്കതിൽ പത്മകുമാറാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഇന്നലെയാണ് പാടത്തെ വെള്ളക്കെട്ടിൽ വീണത്. ദുരിതപ്പെയ്ത്തിൽ തിരുവനന്തപുരം SAP പോലീസ് ക്യാമ്പിൽ മരം വീണ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. SI, ഹവീൽദാർ, പോലീസ് ട്രെയിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് നിലവിൽ 60 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1439 പേർ ക്യാമ്പുകളിൽ തുടരുന്നുണ്ടെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെ പ്രകൃതിക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടമായത് 19 പേർക്കെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. 125 പേർക്ക് പരിക്കുപറ്റിയതായും കണക്കുകൾ പറയുന്നു. 87 വീടുകൾ പൂർണ്ണമായും 3237 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ശക്തമായി പെയ്യുന്ന മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ പലയിടത്തും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. പെരിങ്ങടവിള, അതിയന്നൂർ, വാമനപുരം എന്നീ ബ്ലോക്കുകളിലാണ് കൃഷിനാശം ഉണ്ടായത്. ജില്ലയിൽ ഇന്നലെ വരെ മാത്രം 22.3 ലക്ഷം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.